വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. പ്രതീക്ഷയുടെ പ്രതിപുരുഷനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലെത്തി. വെടിനിർത്തൽ കരാറിന്റെ പരിസമാപ്തിയിലേക്കുള്ള അവസാന ചുവടുവെപ്പ് ആയാണ് ബ്ലിങ്കൻ ഇസ്രായേലിലെത്തിയത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി നൽകുന്ന വാണിംഗ് ഈ അവസരം അവസാനത്തേതാണെന്നാണ്. അത് വെടിനിർത്തലിലൂടെ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഇസ്രായേൽ ബന്ദികളുടെ മോചനത്തിനും. ഇത് ഹമാസിനും അതുപോലെ ഇസ്രായേലിനും ബാധകമാണ്. രണ്ടു കൂട്ടരും വിട്ടുവീഴ്ചയിലൂടെ ഈ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതാണ് നല്ലതെന്ന ധ്വനി ബ്ലിങ്കന്റെ വാക്കുകളിലുണ്ട്. ഹമാസിനെയും ഫലസ്തീനെയും സംബന്ധിച്ച ഒരു വെടിനിർത്തൽ, അതും എന്നേക്കുമായുള്ള ഒരു വെടിനിർത്തൽ, ഒഴിച്ചുകൂടാനാവാത്തതാണ്. വിജയിക്കാനോ മറ്റുള്ളവരെ തോൽപ്പിക്കാനോ അല്ല, ഗസയിലെ ഫലസ്തീനികളെ ജീവിപ്പിക്കാൻ, ഗസയിലെ ഫലസ്തീനികൾക്ക് ഒരു തുള്ളി ശുദ്ധജലവും ആശ്വാസത്തോടെ കുടിക്കാൻ, വിശപ്പറിഞ്ഞ അല്പം ഭക്ഷണം കഴിക്കാൻ, എല്ലാ വേദനകളും മാറ്റിവെച്ച് വെടിയൊച്ചയും ബോംബിന്റെ ഗർജനവും മിസൈലുകളുടെ കൊലവിളിയും കേൾക്കാതെ സ്വസ്ഥമായി ഉറങ്ങാൻ, ഇസ്രായേൽ പട്ടാളത്തിന്റെ ഇവക്കേഷൻ ഓർഡറിന് പിറകെ നാടുനീളെ അലിയാതിരിക്കാൻ, തങ്ങളുടെ നാട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയ സാധാരണ മനുഷ്യർ അവശേഷിക്കുന്ന തങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ഒത്തുചേരാൻ, അങ്ങനെ ഒരു 100 കാരണങ്ങളുണ്ട് ഫലസ്തീനികൾക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഇസ്രായേലിനാവട്ടെ യുദ്ധം അവസാനിപ്പിക്കാൻ ബന്ദികളുടെ മോചനവും അമേരിക്കൻ ഇലക്ഷൻ മാത്രമാണ് കാരണമായിട്ടുള്ളത്. അതേസമയം ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് നെതന്യാഹുവിന് ശവക്കുടി തോണ്ടലായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിക്കുന്നില്ല ഗസയിൽ ഒരു പരിപൂർണ യുദ്ധവിരാമം ഉണ്ടാകുമെന്ന്. അങ്ങനെ ഒരു യുദ്ധവിരാമം ഉണ്ടാകുകയാണെങ്കിൽ അത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ ബന്ദികൾ മോചിപ്പിക്കപ്പെടും വരെ മാത്രമായിരിക്കും. അത് കഴിഞ്ഞാൽ ഇസ്രായേൽ ചുവടുമാറ്റും. ഇസ്രായേൽ പുതിയ കാരണം കണ്ടെത്തി ഫലസ്തീനിലെ കൂട്ടക്കൊല തുടർന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നെതന്യാഹു എന്ന അധികായൻ കടപുഴകി വീഴുകയും തന്നെ ചെയ്യും. ആന്റണി ബ്ലിങ്കൻ ടെൽ അവീവിലും പടിഞ്ഞാറൻ ജെറുസലേമിലുമായി നെതന്യാഹുവുമായും മറ്റു പ്രധാന ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തി. ഒക്ടോബർ 7 ശേഷം ഈ മേഖലയിലേക്കുള്ള അദ്ദേഹത്തിന്റെ 9ാമത്തെ യാത്രയാണിത്. ബ്ലിങ്കന്റെ വാക്കുകൾ: ഇതൊരു നിർണായക നിമിഷമാണ്, ഒരുപക്ഷെ ഏറ്റവും ഉചിതവും എന്നാൽ അവസാനത്തേതുമായ അവസരം. ബന്ദികളെ അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും അനശ്വരമായ സമാധാനവും സുരക്ഷിതത്വവും ഓരോരുത്തർക്കും ഉണ്ടാക്കാനാവുന്ന നല്ലൊരു മാർഗം കൂടിയാണ് ഇപ്പോഴത്തെ ഈ വെടിനിർത്തൽ. ആന്റണി ബ്ലിങ്കനും നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ച 3 മണിക്കൂറുകളോളം നീണ്ടതായിരുന്നു. മീറ്റിംഗിന് ശേഷം നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് കൂടിക്കാഴ്ച പോസിറ്റീവായിരുന്നുവെന്നാണ്. മീറ്റിംഗിൽ US മുന്നോട്ട് വെച്ച സീസ് ഫയർ പ്രപ്പോസലിനോടുള്ള ഇസ്രായേലിന്റെ പ്രതിബദ്ധത നെതന്യാഹു ഉറപ്പിച്ചു പറഞ്ഞു. ആ വെടിനിർത്തൽ കരാർ ഇസ്രായേലിന്റെ സുരക്ഷാ ആവശ്യങ്ങൾ കണക്കിലെടുക്കുന്നുണ്ട് പോലും. ഇസ്രായേൽ ഗസ യുദ്ധം തുടങ്ങിയതിനു ശേഷം വെടിനിർത്തൽ നിർദ്ദേശവുമായി ബ്ലിങ്കൻ പലതവണയാണ് മേഖലയിൽ എത്തിയിട്ടുള്ളത്. അന്നൊന്നും ഇസ്രായേലിന്റെ സമീപനം പോസിറ്റീവായിരുന്നില്ല. ആ സമയത്തെല്ലാം ഇസ്രായേൽ ഹമാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. നെതന്യാഹുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ബ്ലിങ്കൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റുമായി കൂടിക്കാഴ്ച നടത്തി. ബ്ലിങ്കൻ യോവ് ഗാലനോട് പറഞ്ഞത് മേഖലയിൽ യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാക്കരുത് എന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ അതൊരു വ്യാപക യുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ്. ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും ഭാഗത്തു നിന്നും പ്രകോപനപരമായ ഒന്നും തന്നെ ഉണ്ടാകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത് വെടിനിർത്തൽ കരാറിനെ തകിടം മറിക്കുമെന്ന് മുന്നറിയിപ്പാണ് ബ്ലിങ്കൻ നൽകുന്നത്. അദ്ദേഹം ഏതവസരത്തിലും അമേരിക്കയുടെ മുഴുവൻ സപ്പോർട്ടും ഇസ്രായേലിന് ഉറപ്പു നൽകുന്നുണ്ട്. പുതിയ വെടിനിർത്തൽ കരാർ പ്രകാരം ആദ്യഘട്ടത്തിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമായിരിക്കും ഉണ്ടാവുക. പകരം ഇസ്രായേലി ബന്ദികളിലെ സ്ത്രീകളും കുട്ടികളും രോഗികൾ എന്നിവരെയും മോചിപ്പിക്കും. അതിനു പകരമായി ഫലസ്തീൻ തടവുകാരെയും. 2ാം ഘട്ടം എന്നേക്കുമായി ഇരുവിഭാഗം തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കുകയാണ്. ഒപ്പം ബാക്കിയുള്ള ബന്ദികളുടെ മോചനവും ബാക്കിയുള്ള ഫലസ്തീൻ തടവുകാരുടെ മോചനവുമാണ്. 3ാമത്തെ ഘട്ടം ഗസയുടെ പുനർനിർമ്മാണം സാധ്യമാക്കുക എന്നതാണ്. അതേസമയം ഫലസ്തീനികൾക്ക് അമേരിക്കയുടെ ഈ നാടകത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അവർ പറയുന്നത് അമേരിക്ക കളിക്കുകയാണെന്നാണ്. ഒരേ സമയം ജഡ്ജിയായും മാരാച്ചാരായും അമേരിക്ക കളിക്കുകയാണെന്നാണ്. അമേരിക്ക ഔദ്യോഗികമായി തന്നെ ഗസയെ നശിപ്പിക്കാനുള്ള ആയുധങ്ങൾ ഇസ്രായേലിന് നൽകുന്നു. അതേസമയം തന്നെ അമേരിക്ക ഫലസ്തീനും ഇസ്രായേലിനും ഇടയിൽ നീതി തീരുമാനിക്കുന്ന ജഡ്ജിയായി വർത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് ഫലസ്തീനികൾ പറയുന്നത്. അമേരിക്ക എന്നാൽ ഫലസ്തീനികൾക്ക് മരണമെന്നാണ് അർത്ഥം. ആന്റണി ബ്ലിങ്കൻ ആ മരണത്തിന്റെ മാലാഖയുമാണ്. ഫലസ്തീനികൾക്കും അറബികൾക്കും ലോക മുസ്ലിങ്ങൾക്കും. അമേരിക്ക ഞങ്ങൾ ഫലസ്തീനികൾക്ക് ഒരു നന്മയും കൊണ്ടുവരില്ല എന്നാണ് ഫലസ്തീനികൾ പറയുന്നത്. അമേരിക്കയിൽ നിന്നും ഒരു നല്ലത് കാണുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നുമില്ല. ബൈഡനും ബ്ലിങ്കനും ട്രംപുമെല്ലാം വ്യാമോഹികളാണ് എന്നാണ് ഗസക്കാർ പറയുന്നത്.
ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിന്റെ അകത്തളത്തിലിരുന്ന കഥ പറയുമ്പോഴും ഗസയിൽ കൂട്ടക്കുരുതി നടത്തുകയാണ് ഇസ്രായേൽ. ഏറ്റവും പുതിയ ആക്രമണത്തിൽ 25-ലധികം പലസ്തീനികളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. വെടിനിർത്തൽ കരാറിനെ തുരമ്പെക്കുന്ന രീതിയിൽ ആരും ഒന്നും തന്നെ ചെയ്യരുതെന്ന് പറയുന്ന അമേരിക്ക എന്തുകൊണ്ടാണ് ഈ വെടിനിർത്തൽ കരാറിന് ഒരു തീരുമാനം ഉണ്ടാകും വരെ ഗസയിൽ കൂട്ടക്കൊല നിർത്തണമെന്ന് ആവശ്യപ്പെടാത്തത്? ഒരു പ്രദേശത്തെ സാധാരണ മനുഷ്യരെ കൊന്നുകൊണ്ടേയിരിക്കുമ്പോഴും നിങ്ങൾ എന്ത് സന്ദേശഭാഷണമാണ് നടത്തുന്നത്? ഒരു പരിപൂർണ്ണ വെടിനിർത്തൽ നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കുന്നത്? വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതുവരെ ആളുകളെ കൊന്നൊടുക്കണമെന്ന് എന്താണ് ഇത്ര വാശി? അപ്പോൾ നിങ്ങളുടെ ആവശ്യം യുദ്ധം അവസാനിപ്പിക്കുകയോ നിരപരാധികളുടെ കൂട്ടക്കൊല ഇല്ലാതാക്കുകയോ അല്ല. ഇസ്രായേലിന്റെ സുരക്ഷയും അവരുടെ പരിപൂർണ സംതൃപ്തിയുമാണ് അമേരിക്കയുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം ടെല്ലവീവിൽ ചാവേർ ആക്രമണം നടത്താൻ ശ്രമിക്കവേ ആക്രമി അല്ലെങ്കിൽ ചാവേർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലി മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് തൊട്ടടുത്തുള്ള സിനഗോഗിനെ ലക്ഷ്യം വെച്ചാണ് ആക്രമി വന്നതെന്നാണ്. എന്നാൽ ലക്ഷ്യത്തിലെത്തും മുമ്പേ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതേസമയം ഹമാസും ഇസ്ലാമിക് ജിഹാദ് മൂവ്മെന്റും സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ടെല്ലവീവിലെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം നിരവധി തവണ റെയ്ഡുകൾ നടത്തുകയും ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല റാമലയിൽ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യുകയും ഇസ്രായേൽ സേനയുടെ വെടിവെപ്പിൽ 14ഓളം ഫലസ്തീനുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. റാമലയിൽ അറസ്റ്റ് ചെയ്ത സ്ത്രീ കഴിഞ്ഞ തവണ ഹമാസുമായുള്ള പ്രിസണർ എക്സ്ചേഞ്ചിൽ സ്വതന്ത്രമാക്കപ്പെട്ട വ്യക്തിയാണ്. അമേരിക്കയിലെ ചിക്കാഗോയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഇലക്ഷൻ കൺവെൻഷൻ സെന്ററിന്റെ പുറത്ത് 10,000 അണിനിരുന്ന പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. അവർ ആവശ്യപ്പെടുന്നത് ഗസയെ സ്വതന്ത്രമാക്കണമെന്നാണ്. എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തണമെന്നാണ്. അവരുടെ വാദം ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് തികഞ്ഞ വംശഹത്യയാണെന്നാണ്. അവർ ആവശ്യപ്പെടുന്നത് ഇസ്രായേലിനുള്ള എല്ലാ സഹായവും അമേരിക്ക നിർത്തലാക്കണമെന്നാണ്. അവർ പറയുന്നത് ഞങ്ങൾ യാതൊരു വ്യവസ്ഥയുമില്ലാതെയാണ് അൺകണ്ടീഷണലായി തന്നെയാണ് ഫലസ്തീനികളുടെ കൂടെ നിൽക്കുന്നത്. അവർ പറയുന്നു കമല ഹാരിസ് ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി നടത്തിയ ക്യാമ്പയിനിൽ വെടിനിർത്തലിന്റെ അനിവാര്യതയെക്കുറിച്ച് ഊന്നി പറയുകയും അതേസമയം തന്നെ തൊട്ടടുത്ത ദിവസം $20 ബില്യൺ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകുകയും ചെയ്യുന്നു. ഇവിടെ കുട്ടികൾക്ക് പഠിക്കാൻ നല്ല സ്കൂളുകളോ സംവിധാനങ്ങളോ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളോ ലഭിക്കാതിരിക്കുമ്പോൾ ഒരു രാജ്യത്തെ കുട്ടികളെ ഇല്ലായ്മ ചെയ്യാൻ കോടികൾ ചെലവഴിക്കുന്നു അമേരിക്ക. ഒരേ സമയം യുദ്ധവിരാമത്തിന് താല്പര്യം കാണിക്കുകയും അതേസമയം തന്നെ യുദ്ധവ്യാപനത്തിന് ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്നതിലൂടെ ബൈഡന്റെ കീഴിലുള്ള അമേരിക്കൻ ഭരണകൂടവും ഗസയിലെ വംശഹത്യയിൽ നേരിട്ട് പങ്കാളികളാവുകയാണ്.